മുന്നിലേക്ക് അധികാരികളെ തിരുത്തി ന്യൂസ് 18. അധികാരികളുടെ കണ്ണ് തുറപ്പിച്ചിരിക്കുകയാണ് ന്യൂസ് 18. നമുക്കറിയാം, ഈ മലപ്പുറം വളാഞ്ചേരിയിൽ സർവീസ് റോഡിന് വേണ്ടിയുള്ള കാവുപുറം നിവാസികളുടെ ഒരു വലിയ കാത്തിരിപ്പുണ്ടായിരുന്നു. ഒരു വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി അവർക്ക് അവിടേക്ക് തിരിച്ചെത്തണമെങ്കിൽ കിലോമീറ്ററുകളോളം യാത്ര ചെയ്യേണ്ടുന്ന ഒരു ദുരവസ്ഥയുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ സർവീസ് റോഡിന് വേണ്ടിയുള്ള ആ കാത്തിരിപ്പ്, അതിൻ്റെ ആവശ്യകത എന്താണ് എന്നത് ന്യൂസ് 18 അത് കണ്ടെത്തുകയും അവരുടെ പ്രശ്നങ്ങൾ അറിയുകയും പഠിക്കുകയും അത് അധികാരികൾക്ക് മുന്നിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ ഒരു അഭിമാന നിമിഷം കൂടിയാണ് ഞങ്ങൾക്ക് ഈ നിമിഷം. കാരണം കാവുപുറം നിവാസികളുടെ സർവീസ് റോഡിനായുള്ള കാത്തിരിപ്പ് അവസാനിച്ചിരിക്കുകയാണ്. അവരുടെ പോരാട്ടം വിജയം കണ്ടിരിക്കുകയാണ്. ദേശീയപാത വഴിയടച്ച വളാഞ്ചേരി കാവുപുറം നിവാസികളുടെ ദുരിതയാത്ര അവസാനിച്ചിരിക്കുകയാണ്. ഞങ്ങൾ ഇത് സംബന്ധിച്ച് 2 തരത്തിലാണ് ഇടപെടലുകൾ നടത്തിയത്. ഞങ്ങളുടെ പ്രോഗ്രാമുകളിൽ ഈ വിഷയം കൊണ്ടുവന്നു. ഞാനുണ്ടിവിടെ ചോദിക്കാൻ എന്ന പ്രോഗ്രാമിൽ ഈ വിഷയം സമഗ്രമായി തന്നെ എടുത്തു. എന്താണ് അവരുടെ പ്രശ്നമെന്ന് എന്നത് അധികാരികളുടെ മുന്നിലേക്ക് കൊണ്ടുവന്നു. ഒപ്പം വാർത്താ റിപ്പോർട്ടുകളായും ആ വിഷയം എടുത്തിരുന്നു. ഇപ്പോൾ എന്തായാലും അവർക്ക് സർവീസ് റോഡ് ലഭിച്ചിരിക്കുകയാണ്. വളാഞ്ചേരിയിൽ ദേശീയപാത 66-ൽ 6 പാതയുടെ ഭാഗമായുള്ള സർവീസ് റോഡ് വട്ടപ്പാറയിൽ നിന്നും കാവുംപുറത്തേക്ക് തുറന്നു നൽകാനാണ് ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത്. ഒരു നാട് മുഴുവൻ ചുറ്റി പ്രദേശവാസികൾക്ക് വീട്ടിലേക്ക് എത്തേണ്ടുന്ന ഗതികേട് ഇതോടുകൂടി അവസാനിക്കും. നേരത്തെ സ്വന്തം വീട്ടിലേക്കും തൊഴിലിടത്തിലേക്കും മീറ്ററുകൾ മാത്രം ദൂരം ചെയ്യേണ്ട സ്ഥലത്ത് കിലോമീറ്ററുകൾ ചുറ്റി വരേണ്ടുന്ന സാഹചര്യമായിരുന്നു ഇവർക്കുണ്ടായിരുന്നത്. ഇപ്പോൾ അതിനാണ് പരിഹാരമുണ്ടായിരിക്കുന്നത്. എങ്ങനെയാണ് ഈ പ്രശ്ന പരിഹാരം ഉണ്ടായത് എന്ന് നമുക്ക് പരിശോധിച്ചാൽ, പുതിയ ദേശീയപാതയിൽ വട്ടപ്പാറ പാലം തുടങ്ങുന്ന സ്ഥലത്ത് നിന്ന് കാവുംപുറം വളാഞ്ചേരി ഭാഗത്തേക്കുള്ള എക്സിറ്റ് സർവീസ് റോഡ് നിർമ്മാണം പൂർത്തീകരിക്കും. ഇതുവഴി വളാഞ്ചേരിയിലേക്ക് പോകാൻ കഴിയുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കും. അങ്ങനെയാണ് ഈ പ്രശ്ന പരിഹാരം. നിർദ്ദിഷ്ട അലൈൻമെന്റിൽ വട്ടപ്പാറ മുകൾ ഭാഗത്തുണ്ടായിരുന്ന ഈ എക്സിറ്റ് റോഡ് നിർമ്മാണം ജനപ്രതിനിധികളോടും പ്രദേശവാസികളോടും പ്രാദേശിക ഭരണ സംവിധാനങ്ങളോടും ആലോചിക്കാതെയാണ് കമ്പനി ഉപേക്ഷിച്ചിരുന്നത്. ഈ നീക്കം പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് നഗരസഭ, വിവിധ രാഷ്ട്രീയ പാർട്ടികൾ തുടങ്ങിയവർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നാഷണൽ ഹൈവേ പ്രോജക്ട് ഡയറക്ടർ പ്രവീൺ വട്ടപ്പാറയിൽ നിർമ്മാണ സ്ഥലം സന്ദർശിച്ചത്. നിരന്തരമായ ഇടപെടലിനെ തുടർന്ന് അബ്ദുൽ സമദ് സമദാനി വിളിച്ചു ചേർത്ത യോഗത്തിൽ പ്രോജക്ട് ഡയറക്ടർ പ്രവീൺ സർവീസ് റോഡ് അനുമതി ആയ വിവരം അറിയിക്കുകയായിരുന്നു. ഈ എസ്റ്റിമേറ്റ് ലഭിക്കുന്ന മുറയ്ക്ക് പ്രവൃത്തി തുടരുമെന്ന് അദ്ദേഹം MPയെ അറിയിച്ചിട്ടുമുണ്ട്. വളാഞ്ചേരി നഗരസഭാ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്കലാണ് ഇതിപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ പ്രതികരണം കാണാം. ദിവസങ്ങളിൽ വളാഞ്ചേരിക്കാർക്ക് സമീപ പ്രദേശങ്ങളിലുള്ള ആളുകൾക്കുള്ള ആശങ്കയാണ് പരിഹരിച്ചത്. ഏറ്റവും വലിയ ഒരു ആശങ്കയാണ്, ചെറിയ ഒരു കാര്യം തന്നെ. നാഷണൽ ഹൈവേയുടെ പുതിയ പാത വന്നത് നമുക്കറിയാം. ഒരു അക്കീഷ്യ മരങ്ങളുള്ള ഒരു കുന്നുണ്ടായിരുന്നു. ആ കുന്ന് നേരത്തെയുള്ള അലൈൻമെൻറ്റിന് വ്യത്യസ്തമായിട്ട് വ്യതിചലിച്ചുകൊണ്ടാണ് ആ കുന്ന് നെടുകെ പിളർത്തിക്കൊണ്ട് പുതിയ ഹൈവേ പോയത്. ഹൈവേയുടെ പ്രവർത്തനങ്ങൾ അന്തിമഘട്ടത്തിലെത്തുന്ന സമയത്താണ് സർവീസ് റോഡ്, നിലവിലുള്ള സർവീസ് റോഡ് ഈ പഴയ ഈ ഹൈവേയുമായിട്ട് ബന്ധിക്കുന്നില്ല എന്നുള്ള വിവരം അറിയുന്നത്. മെയ് മാസത്തിൽ തന്നെ ഈ വിവരം ബന്ധപ്പെട്ട NRC അധികൃതർ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ അധികാരികൾക്ക് മുമ്പിൽ നാഷണൽ ഹൈവേ അതോറിറ്റി, ജനപ്രതിനിധികൾ, MLA, MP, ജില്ലാ കളക്ടർ, ബഹുമാനപ്പെട്ട PWD വകുപ്പ് മന്ത്രിയുടെ ഒക്കെ മുമ്പിൽ ഈ വിഷയം അവതരിപ്പിച്ചു. അത് ജനങ്ങൾക്ക് ഏറെ ആശങ്കയുണ്ടായതുകൊണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രതിനിധികളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇവിടെ ആക്ഷൻ കമ്മിറ്റിയും രൂപീകരിച്ചു. ആക്ഷൻ കമ്മിറ്റിയുടെ ഒരു സമരം നേരത്തെ തന്നെ ഒരു പ്രതിഷേധ സായാഹ്നം ഇവിടെ ജനകീയ കൂട്ടായ്മയോടുകൂടി നടന്നതാണ്. യഥാർത്ഥത്തിൽ ഇത് ആരുടെ വിജയമാണ്? ജനകീയ സമിതിയുടെ, അവരുടെ സമരത്തിന്റെ വിജയമാണ് കാവുംപുറത്തുണ്ടായിരിക്കുന്നത്. ജനങ്ങൾ വളരെ ശക്തമായ നിലപാടുകളുമായി ഇതിനെതിരെ രംഗത്തെത്തിയിരുന്നു. അവർക്ക് ഓരോ നിമിഷവും അവർ അനുഭവിക്കുന്ന വലിയ ബുദ്ധിമുട്ടായിരുന്നു ഇത്. ആ സമരങ്ങളുടെ വിജയമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ജനപ്രതിനിധികൾ അതിന് അവർക്കൊപ്പം നിൽക്കുന്ന സാഹചര്യവും ഉണ്ടായി. എന്തായാലും ഈ സമര വിജയം അവിടുത്തെ നാട്ടുകാർ ന്യൂസ് 18നുമായി പങ്കുവച്ചു അവരുടെ പ്രതികരണത്തിലേക്ക്.
നമ്മുടെ ഈ പ്രദേശത്തെ ആളുകളുടെ സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ട സമയത്ത് തന്നെ ജനപ്രതിനിധികൾ എല്ലാവരും തന്നെ ചെയർമാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ആ സമയത്ത് യഥാസമയത്ത് ഒറ്റക്കെട്ടായി നമ്മൾ ആ പ്രശ്നത്തെ പരിഹരിക്കുന്നതിന് വേണ്ടി ഒരു സമരസമിതി തന്നെ രൂപീകരിച്ചുകൊണ്ട് വളരെ കൃത്യമായി അച്ചടക്കത്തോടു കൂടി അത് ബന്ധപ്പെട്ട അധികൃതരുടെ മുന്നിൽ എത്തിക്കുകയും അതിനാവശ്യമായ ഒരു നടപടി സ്വീകരിക്കുകയും ചെയ്തു. അതിന് ഏറെ സഹായിച്ചത് നമ്മുടെ ഈ ന്യൂസ് 80 തന്നെയാണ് എന്നുള്ളതാണ് അതിനെ സംബന്ധിച്ച് പ്രത്യേകം അഭിനന്ദനത്തോടുകൂടി പറയാനുള്ളത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ വിവരം കൃത്യമായി അധികൃതരെ അറിയിക്കാൻ ന്യൂസ് 80ന്റെ ഈ ഒരു ലൈവ് പരിപാടി ഇതിന് മുന്നേ വന്നിട്ടുണ്ടായിരുന്നു. അതിനോടൊപ്പം തന്നെ നല്ല അച്ചടക്കത്തോടു കൂടി എല്ലാ വിഭാഗം ആളുകളും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഒരു സമര സായാഹ്നം സംഘടിപ്പിച്ചു. ആ സമര സായാഹ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റാളുകൾക്കൊക്കെ ഉള്ളിൽ പല ചിന്താഗതികൾ ഉണ്ടെങ്കിൽ പോലും ആ സമരരംഗത്ത് ഈ നാട് ഒരുമിച്ചു എന്നുള്ളത് എല്ലാ വിഭാഗം ആളുകളെയും എല്ലാ പ്രദേശത്തേക്കും നമുക്ക് ഒരു സന്ദേശം നൽകാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് ഈ സർവീസ് റോഡ് നമുക്ക് പുനഃസ്ഥാപിച്ച് കിട്ടുന്നതിനാവശ്യമായിട്ടുള്ള ഒരു നടപടി ഉണ്ടായത്. അതുണ്ടാകുന്നതിന് വേണ്ടി നമ്മുടെ സ്ഥലം MP പ്രത്യേകം ശ്രദ്ധ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. MLA പ്രകടിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ നഗരസഭയും തന്നെ ജനപ്രതിനിധികളൊക്കെ തന്നെ ഒരു നാട് ഒന്നിച്ച് നിന്നതിന്റെ ഒരു നേട്ടം തന്നെയാണ് ഇത് എന്നുള്ളത് പ്രത്യേകം എടുത്തു പറയാം. ജനകീയ പ്രശ്നങ്ങൾ ഏറ്റെടുക്കുക, അതിൽ ജനങ്ങൾക്കൊപ്പം നിൽക്കുക, അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുക, അത് വിജയിക്കുക എന്നത് ഒരു അഭിമാന നിമിഷം തന്നെയാണ്. ന്യൂസ് 18നെ സംബന്ധിച്ച് അങ്ങനെ ഒരു അഭിമാന നിമിഷമാണ് ഇത്. അങ്ങനെ ജനകീയ വിഷയങ്ങൾ ഏറ്റെടുത്ത് അതിനുവേണ്ടി നിൽക്കുന്നത് തന്നെയാണ് യഥാർത്ഥ മാധ്യമ ധർമ്മം എന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു. അപ്പോൾ ഇത്തരം ഇടപെടലുകൾ ഇനിയും ന്യൂസ് 18 തുടരും. ഞങ്ങളുടെ ഞാനുണ്ട് ഇവിടെ ചോദിക്കാൻ എന്ന പ്രോഗ്രാം ഇത്തരം പ്രശ്നങ്ങൾ ഇടപെടുന്ന, അതിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു പരിപാടി കൂടിയാണ്. അതിൻ്റെയും കൂടി ഒരു വിജയമാണ് ഇവിടെ ഇപ്പോൾ കാവുംപുറത്ത് ഉണ്ടായിരിക്കുന്നത്. ഇനി നമ്മൾ